എസ് രാജേന്ദ്രനെതിരെ പ്രതികരണം കടുപ്പിച്ച് CPIM. രാജേന്ദ്രൻ BJP-യിലേക്ക് പോകുമെന്ന് അഭ്യൂഹം നിലനിൽക്കവെയാണ് രൂക്ഷ പ്രതികരണവുമായി CPM ജില്ലാ നേതൃത്വം രംഗത്ത് വരുന്നത്. രാജേന്ദ്രന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതം. രാജേന്ദ്രൻ രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. അത് പാർട്ടി കണ്ടെത്തിയതുകൊണ്ടാണ് നടപടി സ്വീകരിച്ചത്. ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പിലും രാജേന്ദ്രൻ പാർട്ടി സെക്രട്ടറി അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിട്ടും സഹകരിച്ചില്ലെന്നും നേതൃത്വം. തന്നെ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ലെന്നും തമിഴ്നാട്ടിൽ നിന്നുള്ള ഗുണ്ടകളെ എത്തിച്ച് തനിക്കൊപ്പം നിൽക്കുന്നവരെ ആക്രമിക്കുകയാണെന്നും ഇതിന് നേതൃത്വം നൽകുന്നത് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV ശശിയാണ് എന്നതടക്കമായിരുന്നു കഴിഞ്ഞ ദിവസം രാജേന്ദ്രന്റെ ആരോപണം. എന്നാൽ ഇത് പൂർണ്ണമായി തള്ളുകയാണ് ആരോപണ വിധേയനായ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV ശശി. ഒരു അടിപിടി കേസും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്റെ ശ്രദ്ധ വന്നാൽ ഞാനതെന്താണെന്ന് അന്വേഷിക്കാൻ പറ്റില്ല. കാരണം യൂണിയനോ പാർട്ടിയോ ഒന്നുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ല. അവിടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷമാണ്. പോലീസ് രണ്ടു കൂട്ടരുടെയും പേരിൽ കേസെടുത്തിട്ടുണ്ട്. പോലീസിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. BJP നേതൃത്വം അവിടെ ചെല്ലി ഇവരെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിനകത്തൊന്നും ഞാനോ എന്റെ പാർട്ടിയോ CPM അതിനകത്ത് ഒരു തരത്തിലുള്ള നടത്തിയിട്ടില്ല. നിയമത്തിന്റെ വഴിക്ക് പോകാൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തിയത് രാജേന്ദ്രന് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടില്ല. രാജയെ തോൽപ്പിക്കുവാൻ ശ്രമിച്ചുവെന്ന് പാർട്ടി കണ്ടെത്തിയെന്നും അതുകൊണ്ടാണ് നടപടി സ്വീകരിച്ചതെന്നും KV ശശി പറയുന്നു. ആരോപണങ്ങൾ തുടർന്നാൽ താനും ചിലത് തുറന്നു പറയുമെന്നും ശശി പ്രതികരിച്ചു. രാജേന്ദ്രൻ തുടരുവാണെങ്കിൽ എനിക്കും ചില കാര്യങ്ങൾ പറയേണ്ടി വരും. കാരണം കുറേ നാളുകളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു സമയമാകുമ്പോൾ ഞാനതെല്ലാം പറയും. ജോയ്സിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പ്രവർത്തിക്കുവാൻ അവസരം നൽകിയിരുന്നു. നോട്ടീസിൽ പേര് വയ്ക്കുവാൻ ഡേറ്റ് ചോദിച്ചിട്ട് രാജേന്ദ്രൻ നൽകിയില്ല. താൻ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കാൻ തയ്യാറായില്ലെന്നും KV ശശി പറയുന്നു. വസ്തുതാവിരുദ്ധമാണ്. കാരണം പാർട്ടി ഏരിയ സെക്രട്ടറി അദ്ദേഹത്തെ വിളിച്ച് മേഖലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനും പരിപാടി പങ്കെടുക്കാൻ നോട്ടീസ് അടിക്കേണ്ടതാണ്. എവിടേക്കാണ് പങ്കെടുക്കാൻ പറ്റുന്നത്, ഡേറ്റ് തരാൻ പറഞ്ഞ് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു. ഞാൻ 5 പ്രാവശ്യം രാജേന്ദ്രന്റെ ഫോൺ എടുത്തില്ല. പിന്നെ ഈ പറയുന്നതിനകത്ത് എന്താ വസ്തുതയുള്ളൂ? രാജേന്ദ്രന് BJP-യിലേക്ക് പോകുവാനുള്ള തീരുമാനമെടുക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്. വ്യക്തി കേന്ദ്രീകൃതമല്ല പാർട്ടി. പാർട്ടിക്കൊപ്പം നിൽക്കുകയും പാർട്ടിയിലുള്ളവരെ പള്ളു പറയുകയുമാണ് രാജേന്ദ്രൻ. ഇക്കാര്യത്തിൽ പാർട്ടി നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ. ഇല്ല എങ്കിൽ താൻ തന്നെ തുറന്നു പറയുമെന്നും KV ശശി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.